ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മാക്സിൻ്റെ ബിറ്റായിട്ട് കുർത്തിയുടെ ടോപ്പ് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി എടുത്ത മെറ്റീരിയലാണ്. ഇതുപോലുള്ള ചില മെറ്റീരിയൽ വരുമ്പോൾ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിനിപ്പോൾ അത് ആവശ്യമില്ല കേട്ടോ. ഇത് XL ടു XXL സൈസിലുള്ള ഒരാൾക്ക് പറ്റിയൊരു അളവിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കാണാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ അതാക്കിയിട്ട് ഞാൻ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വട്ടം എത്ര എടുക്കുക എന്നുള്ളതാവും മിക്കവർക്കുള്ള സംശയം. അപ്പോൾ ഇവിടെ നമ്മൾ ഹിപ്പിൻ്റെ റൗണ്ട് എത്രയാണെന്ന് വെച്ചെങ്കിൽ അത് അനുസരിച്ചിട്ടാണ് അവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ ടോട്ടൽ ബാലൻസ് തയ്യൽ തുമ്പ് അടക്കം 13.4 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതേ അളവ് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുർത്തിയുടെ ടോപ്പിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് സ്ലീവ് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. കോട്ടൻ്റെ ബിറ്റാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെട്ടിയിട്ട് കഴിയും ചെയ്യും. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ എപ്പോഴും കോട്ടൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് കട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ബിറ്റുകൾ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചെടുത്ത ചെരിച്ച ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുക. നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടേക്ക് ഞാൻ ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 1/2 ഇഞ്ചിലാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അതുപോലെ ബാക്ക് ഭാഗമാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഫ്രണ്ടിൻ്റെ കൈക്കുഴി കുഴിച്ച് വെട്ടാൻ വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് വെട്ടിയെടുക്കുക കേട്ടോ. ഫ്രണ്ട് വേറെയും ബാക്ക് വേറെയും മാറ്റിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ സ്ലീവ് വെട്ടി കൊടുക്കുക. അപ്പോൾ സ്ലീവിന് ഇത്രേ പോലെ തുണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാകെ വരുന്നത് 13.5 ഇഞ്ചാണ്. അപ്പോൾ കുറച്ച് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. 16 ഇഞ്ചാണ് നമുക്ക് സ്ലീവിന് വേണ്ടത്. അപ്പോൾ ഇത് എടുക്കേണ്ടതും ഇതേപോലെ 7 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് താഴേക്ക് ഒരു 2.5 ഇഞ്ചും പിന്നെ അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് വണ്ണുള്ളത് കൊണ്ടാണ് 4 ഇഞ്ച് എടുത്തത്, അല്ലെങ്കിൽ 3.5 ഇഞ്ചിൽ മതി. അപ്പോൾ അതേപോലെ കൈയുടെ വണ്ണം നമ്മൾ 13.5 ഇഞ്ചിൽ എത്രയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ സ്ലീവിൽ വെച്ചിട്ട് നോക്കണം. നമുക്ക് അളവ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ 13 ഇഞ്ചിൽ വരുന്നത് 5.4 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ 5.4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ അറ്റത്തേക്ക് വരുന്നത് 5 ഇഞ്ചാണ് വരുന്നത്. നമ്മളെ കൈ അറ്റത്തോട്ട് വരുന്തോറും കൈ വണ്ണം കുറയും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് 5.4 അപ്പോൾ അതിൽ നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ബാക്കി വരുന്ന 13.5 ഇഞ്ചാണ് ഇപ്പോൾ ഇതിൽ കിട്ടിയിരിക്കുന്നത്. ഈ ബാക്കി 16 ഇഞ്ചിലേക്ക് ബാക്കി 3 ഇഞ്ചും പ്ലസ് സീം അലവൻസ് ഒരു 2 ഇഞ്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് 16-17 ഇഞ്ച് എത്ര കിട്ടുന്നതെന്ന് വെച്ചെങ്കിൽ അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കി വന്ന തുണി അതുപോലെ സ്ട്രൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജോയിൻറ്റ് കൊടുക്കണം, കാരണം അല്ലാതെ നമുക്ക് ജോയിൻറ്റ് കൊടുക്കാത്ത രീതിയിൽ തുണിയിൽ നിന്ന് കിട്ടുന്നില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ 16 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീം അലവൻസും കൂടെ എക്സ്ട്രാ കൊടുക്കുക. സീം അലവൻസ് 2 ഇഞ്ച് കൊടുക്കേണ്ടവർക്ക് 2 ഇഞ്ച് കൊടുക്കുക, 1.5 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ചും കൊടുക്കുക. 2 ഇഞ്ചൊക്കെ ആദ്യം എടുത്തിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കുറവ് വരുന്ന ആ ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. അപ്പോൾ ഇതാ അവിടുത്തെ വണ്ണത 5 ഇഞ്ചാണ് കിട്ടുന്നത്. പ്ലസ് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ച് ഇവിടെ ജോയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു 1/4 ഇഞ്ച് ജോയിൻറ്റ് കൊടുക്കണം. പിന്നെ ഒരു 1/4 ഇഞ്ച് അവിടെ വിടുക. ടോട്ടൽ 1/2 ഇഞ്ച് കൊടുത്താലും പ്രശ്നമില്ല. അപ്പോൾ നമ്മളെ തുണി എത്ര കിട്ടുന്നതനുസരിച്ചിട്ട് കുറവാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ 1/4 ഇഞ്ചിൽ തയ്ച്ചു കൊടുത്താലും മതി. കൂടുതലുണ്ട് വെച്ചെങ്കിൽ 1/2 ഇഞ്ച് ബാലൻസ് ഇട്ടിട്ട് ഇതായി ജോയിൻറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കുർത്തിയുടെ കട്ടിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.